സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്നത്തെ ബലിയിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് ജോബിൻ എന്ന മകന് വേണ്ടി പരീക്ഷ ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ജോൺ, ക്രിസറ്റ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ജർമ്മൻ എക്സാം എഴുതുന്ന ലെക്സന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബയോപ്സി നെഗറ്റീവ് ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ആ മകൻ സുഖം പ്രാപിക്കാൻ. അതുപോലെ തന്നെ ബാബിൻ പോൾ, ജോസ്ഫൈൻ, ആഗ്നസ്, അന്റോണിയോ, പൗള, ആൽവാസ്, അൽഫോൻസാവിയ എന്നീ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. എലിസബത്ത് 12 വർഷമായി ന്യൂറോ വിഭാഗത്തിൽപ്പെട്ട മരുന്ന് കഴിക്കുന്നു. രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന സഹായം യാചിക്കുന്നു. ആ മകളെ സമർപ്പിക്കാം. ബെൻസൺ പീറ്റർ സ്ഥിരമായൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായം യാചിക്കുന്നു. ആ മകനെയും ഈശോയുടെ ഈ ബലിപീഠത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപ നമുക്കറിയാം. സുവിശേഷത്തിൽ മഗ്ദലേന മറിയം സ്വന്തമാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ വലിയ കൃപ, വലിയ പാപിയായിരുന്നിട്ട് പോലും അവളുടെ അനുതാപത്തോടുകൂടെയുള്ള കർത്താവിൻ്റെ മുമ്പിലുള്ള സമർപ്പണം ഈശോ സ്വീകരിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ പാപങ്ങൾ മുഴുവനായിട്ട് കഴുകപ്പെടുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ മുഴുവനായിട്ട് കുമ്പിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമേൽ വീണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോ എല്ലാം ക്ഷമിക്കാനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ വരവും കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ കൃപ എൻ്റെയും നിങ്ങളുടെ ജീവിതങ്ങളിൽ ധാരാളമായിട്ട് എപ്പോഴും ഉണ്ടാകുവാൻ, ലാളിത്യത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെയും മാതൃക വിശുദ്ധ മഗ്ദലേന മറിയത്തെ പോലെ നമുക്കും കൂടുതൽ സ്വന്തമാക്കാം. അപ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട് നമ്മളും കൃപയ്ക്കടുത്ത ജീവിതമുള്ളവരായിട്ട് മാറും. കർത്താവിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈ തുടർന്നുള്ള ഈ ബലിയർപ്പണ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ മുഴുവനായിട്ട് കൊടുക്കാം. ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ സഹോദരൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമായ ദൈവം, ഞങ്ങളെ കടാക്ഷിക്കുകയും കാരണത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ച് പൂർണ്ണ ഹൃദയത്തിൽ അങ്ങേ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്ന് ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും, സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ അപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിലേതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആരു തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി.
പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. കർത്താവിന്റെ വലത്തുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അങ്ങാണ് എന്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവേൻ, കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് നല്ലവനാണ്. അല്ലേലൂയ, അല്ലേലൂയ. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അദ്ദേഹം 7 വാക്യങ്ങൾ 36 മുതൽ 50 വരെ. അക്കാലത്ത് പരിസയിൽ മുഴുവൻ തന്നോട് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ പരിസേന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പിന്നിൽ പാദത്തിന്റെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീര് കൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും പുഞ്ചിമ്പിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. അവനെ ക്ഷണിച്ച പരിസയൻ ഇത് കണ്ട് സ്വാഗതമായി പറഞ്ഞു, ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവളൊരു പാവനിയാണല്ലോ. യേശുവോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാൻ, ഗുരു അരുളി ചെയ്താലും എന്ന് അവൻ പറഞ്ഞു. ഒരു ഉത്തമവർണ്ണ 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദിനാറ കടപ്പെട്ടിരുന്നു. വീട്ടിൽ വീട്ടാൻ കഴിവില്ലാത്തതുകൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ 2 പേരിൽ ആരാണ് അവന് കൂടുതൽ സ്നേഹിക്കുക? ശിമയോൻ മറുപടി പറഞ്ഞു, ആർക്കവൻ കൂടുതൽ ഇളവ് ചെയ്തോ അവനെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ പറഞ്ഞു, നീ ശരിയായി തന്നെ വിധിച്ചു. അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു ശിമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു എന്ന് അവൻ അവളോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവനോടുകൂടെ പന്തിയിലിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്നവനാരാണ്? അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഞങ്ങൾ അപേക്ഷകൾ തൃക്കന്മാർക്ക് അങ്ങ് ദാസരുടെ കാണിക്കൽ ദയാപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും അങ്ങേ നാമത്തിന് സ്തുതിക്കായി അർപ്പിക്കുന്നത് എല്ലാവരുടെയും രക്ഷയ്ക്ക് പോയിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുത്താനം ഞങ്ങൾ സജീവിശ്വാസമായിട്ട് പറയുന്ന മഹത്വത്തിലെ വരവ് സുദൃഢമായ വൃത്തിയായ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ സ്ഥിരോടും സ്ഥലമലാഹമാണ് ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 തന്നിലെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. പുണ്യങ്ങളിലെ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹീതൻ. പുണ്യങ്ങളിലെ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കൽ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി
തീരുമാറാകട്ടെ. അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ല ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ല ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നതാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രഥത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരിക്കൽ കൂടി എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ജോബിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരീക്ഷയിൽ ഉന്നത വിജയം പാസ്സാകാൻ. ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ജോൺ, ക്രിസ്റ്റ എന്നിവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. ആ മക്കളെ സമർപ്പിക്കാം. ജർമ്മൻ എക്സാം എഴുതുന്ന ലെക്സൺ എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ബയോപ്സി നെഗറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാവിൻ പോൾ, ജോസ്ഫൈൻ, ആഗ്നസ്, അന്റോണിയോ, പൗള, ആൽവസ്, അൽഫോൺസാവിയർ നീ സഹോദരങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. എലിസബത്ത് 12 വർഷമായി ന്യൂറോയുടെ വിവാദത്തിൽപ്പെട്ട മരുന്ന് കഴിക്കുകയാണ്. സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ബെൻസൺ പീറ്റർ സ്ഥിരമായൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന സഹായിക്കുന്നു. ബെൻസൺ പീറ്ററിനെ സമർപ്പിക്കാം. സാൻഡോ മിഷനിലൂടെ കർത്താവിൻ്റെ കുർബാന നമുക്ക് നൽകുന്ന ജോഫിനെയും മെബിനെയും ജിക്സനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മക്കളുടെ എല്ലാ അധ്വാനങ്ങളും ഫലമണിയുവാൻ, അവിടെ സാമ്പത്തികമായ ക്ലേശങ്ങൾ, ഇതുവഴിയായി ഉണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും ദൈവം ഇടപെട്ട് എല്ലാം പരിഹരിക്കാൻ നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. താലിൽ ശുശ്രൂഷ ചെയ്യുന്ന അലൻമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ, പ്രത്യേകിച്ച് സെൻറ്റോ മിഷനിലൂടെ കുർബാനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യാചിക്കാം, പ്രാർത്ഥിക്കാം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുനിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ മിത്രാന്മാരോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെ അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് ദൈവമാതാവ് സ്നേഹിക്കാമറത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരുടെ കലാകാലങ്ങൾ സാധിപ്പിച്ച സ്ഥലവിസ്തരോടുമൊത്ത് പങ്കുചേരങ്ങൾ ഹരാഗ്യ പുത്രനായ യേശുക്രിസ്തു ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദൈവോപദേശരവൽകൃതരായും നിർഭയം നമുക്ക് ഏൽച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണം. എല്ലാ തിന്മകളിലും മോചിപ്പിന് ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷയോട് അങ്ങേ കരുണയുടെ സഹായത്തിൽ സിദ്ധി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അപ്പോസ്തലന്മാരുടെ വിശുദ്ധ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസികൾ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദിവ്യകുഞ്ഞാണ്ട് വേദന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഞാൻ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരത്വവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവമേ, അങ്ങേ കാരുണ്യം എത്ര അമൂല്യം. മനുഷ്യമക്കൾ അങ്ങേ ചിറകുകൾ തടലിൽ അഭയം തേടും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയദാനത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സുകളിലും ശരീരത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അനുഭവങ്ങളല്ല, പിന്നെയോ അതിൻ്റെ പ്രവർത്തന ഫലം തന്നെ എന്ന് ഞങ്ങൾ വർദ്ധമാനമാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, പിതാവേ, ക്രിസ്ത്യാനോസേ, സഹോദരേസയായേ, സകല വിശുദ്ധരേ, സകല മാലാഖമാരേ, യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ.